നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കോൾ മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ മണ്ണ് തിരിച്ചിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. പണവും സ്ഥലവും ഉണ്ടായിട്ടും തളിക്കുളം പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കാത്തതിനെതിരെ ബിജെപിയുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി നോക്കാം. ചാഴൂർ, അന്തിക്കാട്, മണലൂർ കോൾ മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ജി രാജേഷ് പെരുമ്പുഴ പാലവും മണലൂർ പടവിലെ വെള്ളം തടസ്സമായി നിൽക്കുന്ന മേഖലകളും സന്ദർശിച്ചു. നിരവധി കർഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് 3 സ്ഥലങ്ങളിൽ സ്ലൂയിസ് പണിയുന്നതിന് KLDCയുടെ അനുമതി വാങ്ങി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇവ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചു തരാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. താന്യത്തെ 14-ാം വാർഡിനെയും 4-ാം വാർഡിനെയും ബന്ധിപ്പിക്കുന്ന പെരിങ്ങോട്ടുകര AR റോഡിന്റെയും മറ്റ് ഗ്രാമീണ റോഡുകളുടെയും ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP ധർണ നടത്തി. മണ്ഡലം സമിതി അംഗം പ്രകാശൻ കണ്ടങ്ങത്ത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മുരളി കല്ലാറ്റ് അധ്യക്ഷനായി. രാജീവ് വി, നാട്ടിക മണ്ഡലം ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി TG രതീഷ്, സെക്രട്ടറി NS ഉണ്ണിമോൻ, പഞ്ചായത്ത് പ്രസിഡന്റ് BB വിനോബ്, ജനറൽ സെക്രട്ടറി സുനിൽ പാറമ്പിൽ, പഞ്ചായത്ത് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് CR രാധിക, സെക്രട്ടറി കവിത ഷൺമുഖൻ, വാർഡ് ഭാരവാഹികൾ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. എന്ത് പ്രതിഷേധങ്ങൾ നടത്തിയാലും ഭരണസമിതി ജനങ്ങളുടെ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും മുഴുവൻ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ടും ഒരു റോഡിലും അറ്റകുറ്റപ്പണികൾ പഞ്ചായത്ത് നടത്തിയിട്ടില്ലെന്നും കാനകളിൽ മണ്ണ് നിറഞ്ഞതുമൂലം വെള്ളം ഒഴുകിപ്പോകുന്നില്ലെന്നും BJP ആരോപിച്ചു. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അന്തിക്കാട് നിന്നും VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത പതാക ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ സ്വീകരണം നൽകി. ചന്ത മൈതാനിയിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണി അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം AG സുഭാഷ്, ജാഥ ക്യാപ്റ്റൻ KP സന്ദീപ്, വൈസ് ക്യാപ്റ്റൻ ഷീന പറയങ്ങാട്ടിൽ, ജാഥ ഡയറക്ടർ CR മുരളീധരൻ എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി. വലപ്പാട് ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പുള്ളി, BR മോഹൻദാസ്, രാജൻ പട്ടാട്ട്, വസന്ത ദേവലാൽ, സീന കണ്ണൻ, സജന പർവിൻ, സ്വർണലത, പ്രദീപ്, അനിൽ, മുബീഷ് പനയ്ക്കൽ, ലാൽ കച്ചില്ലം, ഹിരൺ, ഹരിദാസ് പനയ്ക്കൽ, ബിനു പട്ടാലി, ബാബുരാജ്, സുജിന്ത് പുല്ലാട്ട് എന്നിവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് ഇത്തരത്തിലുള്ള സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്? വലിയ ആൾക്കൂട്ടവും റെഡ് വളണ്ടിയർ പരേഡും പ്രചരണ പ്രവർത്തനങ്ങളും വർണ്ണാഭമായ പരിപാടികളും ഒക്കെയായി എന്തിനു വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് രാഷ്ട്രീയ എതിരാളികൾ നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങൾ വിനയപൂർവ്വം അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3 വർഷം കൂടുമ്പോൾ സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളെ പരിശോധിക്കുന്നതിന്, വിലയിരുത്തുന്നതിന്, ആ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് 3 വർഷങ്ങൾ കൂടുമ്പോൾ നാം സംഘടനാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. PKS നാട്ടിക ഏരിയ പ്രവർത്തക കൺവെൻഷൻ നാട്ടിക സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KV ബാബു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ AV സതീഷ്, KV അനിത, ഏരിയ ഭാരവാഹികളായ ആരി പ്രേമൻ, KK സേതുനാഥ്, ഷീല സോമൻ, TK ഉത്തമൻ, NK പ്രസന്നൻ, CK ശിവരാജൻ, ഏരിയ സെക്രട്ടറി KK അനിൽകുമാർ, ഉണ്ണിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ദൂരദർശനിലൂടെ ഇന്ത്യയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇനി മുതൽ റിസർവേഷൻ കൊടുക്കേണ്ടതില്ല. അവർ സാമ്പത്തികമായി സാമൂഹികമായി അവരെല്ലാം വലിയ പുരോഗതി കൈവരിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് മേലിൽ റിസർവേഷൻ കൊടുക്കേണ്ടതേ ഇല്ല എന്ന നിലപാടിൻ്റെ വക്താക്കളാണ് ഇന്ത്യയിൽ RSSഉം ഇന്ത്യ ഭരിക്കുന്നവരും എന്ന് പരസ്യമായി ഒരു മടിയുമില്ലാതെ പറയാൻ അവർ തയ്യാറായിട്ടുണ്ട്. അല്ലേ? ഡോക്ടർ BR അംബേദ്കർ അടക്കം എഴുതിയുണ്ടാക്കിയ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല അവർ. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഗൾഫ് തൊഴിലന്വേഷകർക്ക് വേണ്ടി ഇന്റർവ്യൂ പരിശീലന ക്ലാസ് നടത്തി.
ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ക്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. BDO VS റജികുമാർ അധ്യക്ഷനായി. പ്രൊഫസർ MB മധു, CG പൽപു, കോർഡിനേറ്റർ ഷിൻഡോ എന്നിവർ ക്ലാസുകളെടുത്തു. പരിശീലനത്തിൽ 59 പേർ പങ്കെടുത്തു. നല്ലൊരു ശതമാനമാളുകളും സംസ്ഥാനത്ത് സ്ഥലമില്ലാത്ത ആളുകൾ സ്വന്തമായി ഒരുമിച്ച് വീടില്ലാത്ത ആളുകളുണ്ട്. അവരും സമയം വളരെ കൃത്യമായിട്ട് സർക്കാർ എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് 3 ലക്ഷത്തോളം പേരാണ് ആദ്യ സഭയിൽ സ്ഥലമില്ലാത്തവരുടെ ലിസ്റ്റ് കണ്ടെത്തിയത്. പിന്നീടുള്ള സഭയിൽ 4,14,000 പേർക്ക് സ്ഥലമില്ല എന്ന് കണ്ടെത്തി. ഏകദേശം 4 ലക്ഷത്തോളം പേരുടെ സ്ഥലം നൽകിയതായിട്ട് റിപ്പോർട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് പ്രധാനമന്ത്രി ശ്രീമാൻ K. രാജൻ കേരളത്തിന് മുമ്പാകെ വെച്ചത്. ചന്ദ്രാപ്പനിയിലെ ഒരു ഡോക്ടറെക്കുറിച്ച് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇയർ ബാലൻസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയെ മരുന്നില്ലാതെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ്. ചന്ദ്രാപ്പനി സ്വദേശിയായ ഡോക്ടർ MR രവിയായിരുന്നു ലളിതവും ഏറെ ഉപകാരപ്രദവുമായ ലാലിന്റെ പോസ്റ്റിലെ താരം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് വൈറലായി. ഒപ്പം ഡോക്ടർ രവിയുടെ ഫോണിലേക്ക് പരിചിതരും അപരിചിതരുമായ നിരവധി പേരുടെ ഫോൺ കോളുകൾ ഒഴുകിയെത്തി. ഇയർ ബാലൻസ് രോഗബാധിതരായിരുന്നു വിളിച്ചവരിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ 8 വർഷമായി ഈ രംഗത്ത് പ്രശസ്തനാണ് ഡോക്ടർ രവി. വർഷങ്ങളോളം ഈ രോഗാവസ്ഥ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മരുന്നില്ലാതെ ഡോക്ടർ അസുഖം മാറ്റിക്കൊടുക്കും. നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറാതെ നിരാശയിലാഴുന്നവർക്കെല്ലാം രവി ഡോക്ടറെ കണ്ട് സന്തോഷത്തോടെ മടങ്ങും. അവരുടെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടറെ വിളിച്ചറിയിക്കും. ദിനംപ്രതി നിരവധി പേരാണ് ഇത്തരത്തിൽ ഡോക്ടറെ തേടിയെത്തുന്നത്. 2006 വയനാട്ടിൽ നിന്ന് DMO ആയാണ് ഡോക്ടർ രവി സർവീസിൽ നിന്നും വിരമിക്കുന്നത്. 8 വർഷം മുമ്പ് തനിക്ക് അനുഭവപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തിന് മറ്റുള്ളവരെ പോലെ ഡോക്ടർ രവിയും മരുന്ന് കഴിച്ചിരുന്നു. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷേ പിന്നീട് ഭാര്യയ്ക്ക് സമാന അവസ്ഥ വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഡോക്ടർ പഠനം നടത്തുന്നത്. ഗൂഗിളിൽ നിന്ന് ചില ലളിതമായ വ്യായാമങ്ങൾ ഈ അസുഖത്തിന് ഉപകാരപ്രദമാകുമെന്ന തിരിച്ചറിവ് ഭാര്യയിൽ പരീക്ഷിച്ചതോടെ ഡോക്ടർ വിജയം കണ്ടു. അന്ന് തൊട്ട് തൻ്റെ അടുത്തെത്തുന്ന രോഗികളിലും ഡോക്ടർ ഈ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. 8 വർഷത്തിനുള്ളിൽ 30,000-ലധികം പേർക്ക് പൂർണ്ണമായി ഈ അസുഖം മാറ്റാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് രവി ഡോക്ടർ. ഇത് മനുഷ്യനെ ഒന്നിനും കൊള്ളാണ്ടാക്കണം, ജീവിക്കാൻ തന്നെ ആഗ്രഹം ഇല്ലാണ്ടാക്കാവുന്ന തരത്തിലുള്ള രോഗമാണ്. എനിക്ക് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ടാബ്ലറ്റ് കഴിച്ചാണ് മാറ്റിയതും. 2 ദിവസം കൊണ്ട് പോയി ഭാഗ്യത്തിന്. പക്ഷേ ഇതിന് എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതിന് എഫക്റ്റീവായിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിക്കുകയും നെറ്റിലൊക്കെ ഒരു എക്സ്റ്റെൻസീവായിട്ടൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടാണ് ഞാനത് കണ്ടുപിടിക്കാൻ പറ്റിയത്. അങ്ങനെയാണ് ഈ ഇതിലേക്ക് കടന്നു വന്നത്. പക്ഷേ അതുകൊണ്ട് മാറുമെന്ന് എനിക്ക് ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര സിമ്പിൾ പ്രൊസീജിയറിൽ എങ്ങനെ ഇത് മാറുക എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ എൻ്റെ മിസ്സിസിന് ഇതേപോലെ തന്നെ വന്നു. എനിക്ക് തോന്നി ഞാൻ ഈ മനസ്സിലാക്കി വെച്ച പ്രൊസീജിയർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ തോന്നി. 10 മിനിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി.
ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് എല്ലാവർക്കും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് ആൾക്കാർക്ക് അത് മാറിയെന്ന് ബോധ്യം വരാൻ കുറച്ച് സമയം പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് മോഹൻലാൽ ഇവിടെ വരും എന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിലും ഞാനത് അത്ര കണ്ട് വിശ്വസിച്ചിരുന്നില്ല. മോഹൻലാൽ ഇവിടെ വരിക എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മോഹൻലാൽ വന്നു. രാവിലെ 5:10 വന്നത്. വന്നപ്പോൾ തന്നെ കയറുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് രാവിലെ തന്നെ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ് കയറി വന്നത്. അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഇയർ ബാലൻസിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കുകയും ഒരു മണിക്കൂറോളം ഇവിടെ ഇരുന്ന് സംസാരിക്കുകയുണ്ടായി. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ മെയ് 31 ഡോക്ടറെക്കുറിച്ച് അറിഞ്ഞിരുന്ന മോഹൻലാലിൻ്റെ സിംഗപ്പൂരിലുള്ള അടുത്ത ബന്ധു രവി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് ഇയർ ബാലൻസ് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. തിരിച്ച് വീഡിയോ കോൾ വിളിച്ച് ലളിതമായ വ്യായാമത്തിലൂടെ ഡോക്ടർ അതിന് പരിഹാരം കാണുകയും ചെയ്തു. ഇക്കാര്യം മോഹൻലാലുമായി ഇദ്ദേഹം പങ്കുവച്ചപ്പോൾ ഡോക്ടറെ നേരിൽ കാണണമെന്ന് ലാലിന് ഒരാഗ്രഹം. ജൂൺ 23 ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ലാൽ മടങ്ങുന്ന വഴി പുലർച്ചെ ഡോക്ടറുടെ വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ലാൽ മടങ്ങിയത്. സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ. അതുകൊണ്ട് തന്നെ ഈ ഹീറോയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നി എന്ന വരിയോടെയാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. തൃപ്പയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ മണ്ണ് തിരിച്ചിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാർ ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതിനു മുമ്പ് ശ്രീ അനിൽ പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ പഞ്ചായത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലാതെ തന്നെ തൃപ്രയാർ സെന്ററിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി കൊണ്ടുവന്ന ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മണൽ തിരിച്ചിടാത്ത പക്ഷം പഞ്ചായത്ത് സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികളുമായി കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വരുമെന്ന് സമരക്കാർ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, KV സുകുമാരൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശ്രീദേവി മാധവൻ, ബിന്ദു പ്രദീപ്, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിലെ മണ്ണ് കണ്ണായ സ്ഥലത്തെ ഈ പൊതുമുതൽ അക്ഷരാർത്ഥത്തിൽ ഇന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്തിന്റെ സ്വന്തം ഭൂമിയിൽ ആർക്കും കണ്ടാൽ മനസ്സിലാകാവുന്ന തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒത്താശയോടും മൗനാനുവാദത്തോടും ഒരുമിച്ച് നിന്ന് കരാറുകാരനുമായി ചേർന്ന് ഈ ബസ് സ്റ്റാൻഡിലെ 3 അടി 4 അടിയോളം താഴ്ചയിൽ ഈ സ്ഥലത്തെ പരമാവധി നീളത്തിലും വീതിയിലും കുത്തനെ താഴ്ത്തി വലിയ അളവിലുള്ള മണ്ണ് കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ്. വലിയ അളവിലുള്ള മണ്ണ് കട്ടെടുത്ത് പോയിരിക്കുകയാണ്. മണലൂർ സഹകരണ ആശുപത്രിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ ആശുപത്രി പ്രസിഡന്റ് AV ശ്രീവത്സൻ അധ്യക്ഷനായി. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി അനിൽകുമാർ, ഓണററി മാനേജർ VB സജീന്ദ്രൻ, വികസന കമ്മിറ്റി കൺവീനർ ജിജോ തെക്കത്ത്, ഡോക്ടർ മനോജ്, ഡോക്ടർ റൈബി സനോജ്, ഡോക്ടർ ശ്രീലക്ഷ്മി, ഡോക്ടർ വിജി പ്രവീൺ, ഡോക്ടർ ഉദയകുമാർ, ഡോക്ടർ ജോസഫ്, രാകേഷ് പറത്താട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. KSTA വലപ്പാട് ഉപജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓഗസ്റ്റ് 2 നടക്കാൻ പോകുന്ന ജില്ലാ മാർച്ചിന്റെയും ധർണയുടെയും പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വലപ്പാട് ഗവൺമെന്റ് VHS സ്കൂളിൽ നടന്ന കൺവെൻഷൻ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T. മോഹൻ, ജില്ലാ ട്രഷറർ T. വിനോദിനി, PB സജീവ്, TV ചിത്രകുമാർ, ഡോക്ടർ ബിനോയ്, ഉപജില്ലാ സെക്രട്ടറി NK സുരേഷ് കുമാർ, ഉപജില്ലാ ട്രഷറർ AV സുദർശിനി എന്നിവർ സംസാരിച്ചു. ഈ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ട അധികാരികളുടെ മുമ്പിൽ ഒരു സമ്മർദ്ദ ശക്തിയായി മാറാനുള്ള ശ്രമം കൂടിയാണ് ഈ പ്രക്ഷോഭം. അപ്പോൾ ആ നിലയിൽ വിജയിപ്പിക്കുക എന്നത് KSTA പ്രവർത്തകരുടെ ആകെ ബാധ്യതയാണ്. ഓഗസ്റ്റ് 2 പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നാം മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ 36 ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടാണ് പ്രക്ഷോഭം. അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം വിശദീകരിക്കാനുള്ളൊരു സമയം മാത്രമേ ഇവിടെ ലഭ്യമാകൂ എന്ന് എനിക്കറിയാം. ആ 36 ഡിമാൻഡും നിങ്ങൾ വായിച്ചു നോക്കുകയും മനസ്സിലാക്കുകയും സഹപ്രവർത്തകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
നോട്ടീസ് ഒരാഴ്ചക്കുള്ളിൽ. ഇനി അതിൻ്റെ ഭാഗമായുള്ള ചുമരെഴുത്തുകൾ വന്നു, ബാനറുകൾ സ്ഥാപിക്കാൻ പോകുന്നു, സ്ക്വാഡ് വർക്കുകൾ വരും. നിങ്ങളുടെ എല്ലാം സ്റ്റാഫ് റൂമിൽ വന്ന് വിശദീകരിക്കും. ഈ ഘട്ടത്തിൽ കൂടുതൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ വലപ്പാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ കിടപ്പ് രോഗികൾക്കും സഹായത്തിന് കൂടെ നിൽക്കുന്നവർക്കും രാത്രി ഭക്ഷണം വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PK ഏകലവ്യൻ, സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, ട്രഷറർ യമുന റാണി പ്രതാപൻ, ജില്ലാ നേതാക്കളായ BS വ്യാസബാബു, സുരേഷ്, KR പ്രതാപൻ, NR സുഭാഷ്, ബിന്ദു സുരേന്ദ്രൻ, ജീജ വ്യാസബാബു എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം നടന്നു. ഓണത്തിന് ചന്തം ചാർത്താൻ NES നേച്ചുറൽ ക്ലബിന്റെയും NSSന്റെയും നേതൃത്വത്തിൽ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷിയുടെ നടിയിൽ നടന്നത്. നാട്ടിക കൃഷി ഓഫീസർ NV ശുഭ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഒരു ആശയം, ഇവർ കണ്ടെത്തിയ ഒരു ആശയം എനിക്ക് വളരെ ലഹരി പിടിച്ചിരിക്കുകയാണ്. കൃഷിയാണ് ലഹരി എന്ന് പറയുന്നത് കുട്ടികളുടെ ഓരോ കുട്ടികളുടെയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ടുണ്ടാവും. ഈ പോസ്റ്റർ എല്ലാ കുട്ടികൾക്കും ഈ പഞ്ചായത്തിൻ്റെ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഞാൻ കൈമാറിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു ആശയം ഈ പഞ്ചായത്ത് മുഴുവനും നടപ്പിലാക്കുന്നതിനും ഇവിടെയുള്ള ഓരോ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഈ ആശയം ഏറ്റെടുത്തുകൊണ്ട് ആനന്ദമാക്കുകയും ആദായമാക്കുകയും ആരോഗ്യം നേടിയെടുക്കുകയും ആനുകൂല്യം നേടിയെടുക്കുകയും ആണ് വേണ്ടത്. ഇവിടെ 5 ഏക്കറോളം തന്നെ കൃഷിയിടമുണ്ടെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി. NES കായലോര ഫെസ്റ്റ് 2025 വിളംബരവും ചടങ്ങിൽ നടന്നു. നാട്ടിക 9ാം വാർഡ് മെമ്പർ P ബിനു മുഖ്യാതിഥിയായി. കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ, NES നാച്ചുറൽ ക്ലബ്ബ് കോർഡിനേറ്റർമാരായ ലിജിന ജെയിൻ, TS അങ്കിത, NSS കോർഡിനേറ്റർമാരായ V ശശിധരൻ, രൂപ, അപർണ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ഈ കൃഷിയാണ് ലഹരി എന്ന് ആശയം നമ്മുടെ പുതിയ തലമുറ അവരുടെ സ്വഭാവത്തിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടത്തക്ക വിധത്തിൽ കൃഷിയിലും അതുപോലുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് കൃഷിയാണ് ലഹരി എന്നുള്ള ആശയം വെച്ച് ഒരു പരിപാടി നമ്മൾ ഈ തുടങ്ങിയിരിക്കുന്നത്. തൃപ്പയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹവനം, 1001 കുടം വിശേഷാൽ ധാര, നവകം, ശ്രീഭൂതബലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് രാമൻ ചേർത്തെടുത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ഖജാൻജി K കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണോദ്ഘാടനം തൃശൂരിൽ ജൂലൈ 12 ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നാടായി ഈ കേരളം മാറുമ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനത്തിന്റെ പേര് ഒരു മടിയുമില്ലാതെ കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി ഞാൻ പറയുന്നു കുടുംബശ്രീ എന്ന് തന്നെയാണ്. ഇതോടൊപ്പം തൃശൂർ കേരള വിഷന്റെ കേരള വിഷൻ സമ്മാനോത്സവ് 2025 വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടക്കും. സ്ഥലം വെഡ്ഡിംഗ് വില്ലേജ്, പുഴയ്ക്കൽ, തൃശൂർ. പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ അംഗങ്ങളുടെ നാടൻ പാട്ടും നൃത്തവും, കാണികളെ ആവേശം കൊള്ളിക്കുന്ന കലാസന്ധിയും, സിനിമാ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന മെഗാ ഷോയും. കാത്തിരിക്കുക കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തയിലേക്ക് തിരിച്ചു വരാം. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.K. ഗിരിജ അധ്യക്ഷത വഹിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ ബാബു, KK വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാക്തരൻ, RK ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ സുമതി സുന്ദരൻ, OA ജൻറിൻ, EK ബിജു, വാസന്തി തിലകൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ EB സുമിത, അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സീന അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് ഓഫ് ബറോഡ കൊടുങ്ങല്ലൂർ ബ്രാഞ്ച് മാനേജർ അനൂപ് കർഷകർക്ക് ക്ലാസ് എടുത്തു. മതിലകം ബ്ലോക്കിലെ 8 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച മത്സ്യ കർഷകർക്കുള്ള അവാർഡുകൾ MLA വിതരണം ചെയ്തു. കൂടാതെ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയിൽ ജില്ലയിൽ ഏറ്റവും നന്നായി തീരശുചീകരണം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹരായ എടത്തിരുത്തി, മതിലകം ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള ഉപഹാരവും നൽകി. ചെമ്മീൻ കുഞ്ഞുങ്ങളെ അപ്പൊ അത് ചെയ്യുന്നുണ്ട്. അതൊന്ന് ശാസ്ത്രീയമായ രീതിയിൽ വന്നാൽ അവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനം. ചില തോടുകളാണെങ്കിൽ മറ്റൊന്നും ബന്ധമില്ലാത്ത തോടുകളുണ്ട്. ഞാനിപ്പോ അബ്ദുള്ള സമ്മാനം കിട്ടാൻ ആദരിക്കപ്പെടുന്ന കർഷകനാണ്. അദ്ദേഹത്തിന് വീട്ടിൽ പോയി. അദ്ദേഹത്തിന് വീട്ടിൽ പോകുമ്പോൾ വേറെ സ്ഥലവും ഇല്ല. അവരുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് വേറെ ഇത് പോകുന്നത് അവിടെ എന്തോരമാണെന്ന് അറിയും. നമ്മള് ഈ ടാങ്കൊക്കെ യുദ്ധം ചെയ്യാൻ ടാങ്കുകൾ പോലെ ഈ ബ്രാല് 1.5-2 കിലോയുള്ള ബ്രാലുകൾ ഇങ്ങനെ നിൽക്കുന്നത് ഇതൊരു രസമായിട്ടുള്ള അറിയാം. കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മുടെ നാട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. 1 കിലോന് 450, ഏറ്റവും 450 വരെ കുറവുണ്ട്. നല്ല സീസണൊക്കെ ആണെങ്കിൽ 600-650 രൂപ 1 കിലോന് കിട്ടുന്നതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു കൃഷിയും അവരുടെ ആദായമൊക്കെ ഉണ്ടാക്കാൻ എന്ത് കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറേ കൂടി നമ്മുടെ കുളങ്ങൾ, തോടുകൾ, നദികൾ, കനാലുകൾ, അതുപോലെ പിന്നെ ഇവര് പറയുന്ന കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട് അല്ലേ. നമ്മള് ഈ പുഴയുടെ തീരത്ത് എടുത്തിട്ടുള്ള നാട്ടിക ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്നു. ലയൺസ് ക്ലബ്ബ് 318D സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് റീജിയൻ ചെയർപേഴ്സൺ MM ദിനേശൻ, സോൺ ചെയർപേഴ്സൺ സുഗതൻ നെടുമ്പുര എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. പുതിയ ഭാരവാഹികളായി പവിത്രൻ ഇയാനി പ്രസിഡന്റ്, അക്ബർ അലി കയ്യാലാസ് സെക്രട്ടറി, TR വിജയരാഘവൻ വൈസ് പ്രസിഡന്റ്, EJ ബൈജു ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. യോഗത്തിൽ വിമൽ വേണു, സുനിൽകുമാർ, അനിത ഭരതൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്ത് ഓഫീസിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാത്തതിനെതിരെ BJP സമരം നടത്തി. പണവും സ്ഥലവും ഉണ്ടായിട്ടും പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കാത്ത CPMന്റെ അനാസ്ഥയ്ക്കെതിരായിരുന്നു സമരം. സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ആലയിൽ അധ്യക്ഷനായി. ഷാജി ആലുങ്ങൽ, ബിന്നി അറയ്ക്കൽ, ബ്ലോക്ക് മെമ്പർ ഭഗീഷ് പൂരാടൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈൻ നെടിയിരിപ്പിൽ, TG രതീഷ്, രാജേഷ് കരിയാട്ട് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഹൈവേ വികസനത്തിനായി പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചു മാറ്റിയിട്ട് 2 വർഷമായി. നാളിതുവരെ പഞ്ചായത്തിന് സ്വന്തമായി ഓഫീസില്ല. ഇപ്പോൾ 2 ഷട്ടറുള്ള വാടക കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിന് തളിക്കുളം സെന്ററിൽ ഹൈവേയോട് ചേർന്ന് 15 സെന്റോളം സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ
മീൻ കച്ചവടക്കാരുടെ മാർക്കറ്റായി മാറിയെന്നും BJP ആരോപിച്ചു. കെട്ടിടം പണിയാൻ പോലും ശ്രമിക്കാത്തതിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ളൊരു സമരവുമായി രംഗത്തെത്തിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിനകത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വൻ പരാജയമാണ്. നേരത്തെ എനിക്കൊരു പരാതിയാണ്. 18 വർഷമായിട്ട് ഒരു സാധാരണ റോഡ് ജനങ്ങൾക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ ഉതകുന്ന രീതിയിൽ, സഞ്ചരിക്കുവാൻ ഉതകുന്ന രീതിയിൽ പണി കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിൽ പോലും രാഷ്ട്രീയം കണ്ട്, രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കണ്ടു പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് തളിക്കുളത്ത് നിലനിൽക്കുന്നത്. ചന്ദ്രാപിന്നി 17ാം കല്ല് ശ്രീ സുബ്രഹ്മണ്യ പരമേശ്വര ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും മയൂരവാഹന പ്രതിഷ്ഠയും നടത്തി. ഗണപതി ഹോമം, മയൂരവാഹന പ്രതിഷ്ഠ, ബ്രഹ്മകലശാഭിഷേകം, മയൂരവാഹന പൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഹരിലാൽ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സൂര്യകുമാർ, തണ്ടയാമ്പറമ്പിൽ സെക്രട്ടറി ഇല്ലത്ത് ചന്ദ്രൻ, മറ്റ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, വനിതാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ വർണ്ണക്കൂടാരം നിർമ്മാണം തുടങ്ങി. കുട്ടികൾക്ക് ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനാണ് വർണ്ണക്കൂടാരം എന്ന പരിപാടി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്നത്. പ്രദർശന ഇടങ്ങൾക്ക് പകരം പ്രവർത്തന ഇടങ്ങളാണ് ഒരുക്കുന്നത്. സ്കൂളിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് മുഖ്യാതിഥിയായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. DPO രമേശ് കേശവൻ പ്രോജക്ട് അവതരിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, PTA പ്രസിഡന്റ് രാജീവ് സുകുമാരൻ, പഞ്ചായത്ത് സെക്രട്ടറി T സത്യൻ, ഡോക്ടർ K ഉമാദേവി, ജനപ്രതിനിധികളായ ശരണ്യ രജീഷ്, ജ്യോതി രാമൻ, പ്രധാന അധ്യാപിക CV സീന, PTA പ്രസിഡന്റ് ജൂലി ജോസഫ്, AB ബാബു, K റിനി ജോസ് എന്നിവർ സംസാരിച്ചു. സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം നിർമ്മിക്കുക. ഭാഷാ വികസന ഇടം, ഗണിത ഇടം തുടങ്ങി 13 ഇടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വർണ്ണക്കൂടാരം. മായ വിദ്യാഭ്യാസം കുട്ടികളുടെ തന്നെ ഒരു അവകാശമായി മാറിയിട്ടുള്ളതാണ്. അത് കൃത്യമായി തന്നെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രൈമറി സ്കൂളിൽ വരുമ്പോൾ തന്നെ അവർക്ക് അത്തരത്തിൽ കൃത്യതയോട് കൂടിയിട്ടുള്ള രീതിയിലുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കുക, അതിൻ്റെ തുടക്കം കുറിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏങ്ങണ്ടിയൂർ ലയൺസ് ക്ലബ്ബിലെ 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും പുതിയ അംഗങ്ങളെ സ്വീകരിക്കലും നടത്തി. ഏങ്ങണ്ടിയൂർ സൗവർണിക ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് സെക്കൻഡ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പുതിയ ലയൺസ് ഭാരവാഹികളായി പ്രസിഡന്റ് PA ഹരിലാൽ, സെക്രട്ടറി ES ശിവദാസൻ, ട്രഷറർ KM മനോജ് എന്നിവർ സ്ഥാനമേറ്റു. 100% വിജയം നേടിയ സ്കൂളുകളെ ചടങ്ങിൽ ആദരിച്ചു. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ 3ാം റാങ്കും ദേശീയതലത്തിൽ 213ാം റാങ്കും കരസ്ഥമാക്കിയ കൃഷ്ണനിധിയെ അനുമോദിച്ചു. PR മോഹൻദാസ്, AM ദിനേശൻ, PB സുനിൽകുമാർ, ശ്രുതി ചന്ദ്രൻ, അമൃത ജയപ്രകാശ്, സുഗതൻ,
ശ്രീതിൽ ലാൽ, VS കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഇവിടുന്ന് ഇന്ത്യ വിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി റിസോർട്ടിലൊക്കെ താമസിക്കുന്ന ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് സ്ഥലമുള്ളൂ, 3-4 സെന്റ് അല്ലേ, 4 സെന്റ് സ്ഥലമുള്ളൂ. അവിടെയാണ് അത് പൂർത്തീകരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ ഈ വർഷം പുതിയ പ്രസിഡന്റിനും ടീമിനും അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. 1917 തുടങ്ങിയ നമ്മുടെ ഓർഗനൈസേഷൻ ഇന്ന് നമുക്ക് 108 വർഷങ്ങൾ പിന്നിടുകയാണ്. 102 വർഷം പിന്നിടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 4ാമത്തെ ഇന്റർനാഷണൽ പ്രസിഡന്റായിട്ട് AP സിംഗ് വരാൻ പോകുകയാണ്. മുന്നേ നമുക്ക് 3 ഇന്റർനാഷണൽ പ്രസിഡന്റുമാർ വന്ന് പോയി. അതിൽ ഒരു പ്രസിഡന്റ് നമ്മുടെ നരേഷ് അഗർവാൾ ഇപ്പോൾ ജീവനോടുകൂടി ജീവിച്ചിരിക്കുന്നുണ്ട്. 2 പ്രസിഡന്റുമാരായ രോഹിത് മേത്തയും അശോക് മേത്തയും മരണപ്പെട്ടു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കോൾ മേഖലയിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ മണ്ണ് തിരിച്ചിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധ സമരം. പണവും സ്ഥലവും ഉണ്ടായിട്ടും തളിക്കുളം പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കാത്തതിനെതിരെ BJPയുടെ പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.